ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡേ 4 ഓഫ് 50 ഡേയ്സ് ഓഫ് വെയ്റ്റ് ലോസ് ജേണി. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ടൈം വന്നിട്ട് 1:30 ആണ് കേട്ടോ. ഞാനിപ്പോൾ ഇൻട്രോ പറയുമ്പോൾ ടൈം വന്നിട്ട് 1:30 ആണ്. രാവിലെ അധികം ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 9 മണി ആവാറായിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയിലായി തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര അലമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ പാടിൻ്റെ കണ്ണ് കണ്ടു. രാവിലെ എണീറ്റ പാടെ പെട്ടെന്ന് തന്നെ വീറ്റ് ബ്രെഡ് എടുത്തിട്ട് പിന്നെ ഉച്ചക്കലെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വെണ്ടക്കക്കറി ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിക്കുക ചെയ്ത് അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാനിവിടെ ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 12 മണി ആവാറായിട്ടാണ് ഞാനൊരു ഫ്രൂട്ട് കഴിച്ചത്. അതും ചെറിയ ഷോർട്ടായിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട്, അതും ഞാനിവിടെ ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ ഇതാണ് നമ്മൾ 11:30 കഴിക്കാൻ പോണത്. കുറച്ച് കഴിക്കണുള്ളൂ, കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കഴിച്ചത് ഞാനിവിടെ ജസ്റ്റ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, ലേറ്റ് ആയതുകൊണ്ട്. ഒരു 1.5 വാങ്ങിയിട്ട് ഇങ്ങനെ പൊട്ടിയതുണ്ടായതാണ്. പിന്നെ 2 ബദാമാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഉച്ചക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ സ്വീറ്റ് കോൺ ഉണ്ട്, പിന്നെ മഷ്റൂമിൻ്റെ ഒരു 4 പീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാന്ന് കരുതി. പിന്നെ എന്തോ നോക്കാമല്ലേ, പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ സ്വീറ്റ് കോണും മഷ്റൂമും ഒക്കെ വെച്ചിട്ട് പിന്നെ ഒരു വീറ്റ് ദോശ ഉണ്ടാക്കിയിട്ട് ഒരു റാപ്പ് ആക്കിയാലോ എന്നുള്ളൊരു പ്ലാനാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ഇത് സക്സസ് ആവോ ഫ്ലോപ്പ് ആവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാന് വെച്ചിട്ട് പാന് പ്രോപ്പറായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ കുറച്ച് ഒലിവ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ വളരെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം, ക്വാണ്ടിറ്റി കുറച്ചാൽ മതി കേട്ടോ. നല്ലപോലെ ഒലിവ് ഓയിൽ ഒഴിച്ച് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത മഷ്റൂംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ചൂടുവെള്ളത്തിൽ നിന്നാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ട് ആഡ് ചെയ്യണത്. ഇനി അതിൻ്റെ കൂടെ തന്നെ ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് സ്പൈസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാനുണ്ട്. ഇനി ഇതൊന്നും നല്ലപോലെ കുക്കായി വരാൻ വേണ്ടിയിട്ട് ഞാനിതിക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ലിഡൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലിഡൊന്ന് ക്ലോസ് ചെയ്ത് അതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നല്ലപോലെ ആ വെള്ളമൊക്കെ വറ്റിയിട്ടൊന്ന് കുക്കായി വരട്ടെ. അതിന് മുമ്പ് നമുക്ക് ഈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇവിടെ ഇതിനാവശ്യമുള്ള നമുക്ക് ഇതിക്ക് വേണ്ട ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് ദോശൻ്റെ പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായി വരട്ടെ. ഇതിൻ്റെ സ്റ്റൗ ടോപ്പിലൊക്കെ ഇത് എന്താണെന്ന് ആരും കരുതണ്ട. ഇതിപ്പോൾ നമ്മൾ ആ ഓയിലിൽ ആ ഒരു മഷ്റൂംസും ക്യാപ്സിക്കോ ഒക്കെ ഇട്ടപ്പോൾ ഇങ്ങനെ തെറിച്ചതാണ് കേട്ടോ. ഇനി ഗോതമ്പ് ദോശൻ്റെ ബാറ്റർ ഞാൻ ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലൊന്നുമില്ല, കുറച്ച് ഗോതമ്പ് പൊടി പിന്നെ അതുപോലെ ഉപ്പും വെള്ളവും ചേർത്തിട്ട് ബാറ്റർ ആക്കി എടുത്തതാണ്. ഇനി നല്ലപോലെ പാന് ചൂടായി വന്നാൽ ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട് തോന്നുന്നു. ഇനി ഓരോ ദോശ ആയിട്ട് ചുട്ടെടുക്കാം. ഒരു 2 റാപ്പ് ഉണ്ടാക്കാനാണ് പ്ലാന്. ചൂട് കുറവാണ് കേട്ടോ പാന്. അയ്യോ, ചൂട് കുറവായി പോയി. കുഴപ്പമില്ല, കുഞ്ഞു ദോശ ആക്കാം. ദോശ അവിടെ റെഡി ആവുന്നുണ്ട്, മഷ്റൂംസ് അവിടെ കുക്കാവുന്നുണ്ട്. 4ാമത്തെ ദിവസമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ക്ഷീണമോ ക്രേവിങ്സോ ഒന്നുമില്ല. കാരണം ഒന്നുമല്ല, നമ്മളെല്ലാ ഫുഡും കഴിക്കുന്നുണ്ട്, എല്ലാ ക്വാണ്ടിറ്റി നമ്മളെ ശരീരത്തേക്ക് എത്തുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ബഡ്സിന് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിക്കാണ് ഫുഡ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക്
ക്ഷീണമോ പിന്നെ അതുപോലെ ക്രേവിങ്സോ ഒന്നുമില്ല. പിന്നെ എനിക്ക് അത്യാവശ്യം ക്ഷീണമുണ്ട്, കാരണം എനിക്ക് ഉറക്കക്ഷീണമാണ്. അപ്പോൾ ഇനി അതൊന്ന് ഉറങ്ങി തീർക്കണം. ഇപ്പോൾ ലായി ഇപ്പോൾ രാവിലെ എൻ്റെ കൂടെ നീച്ചതാണ്, ഇതുവരെ ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഉറക്കില്ല, എനിക്കും ഉറക്കില്ല. പിന്നെ കണ്ണിൻ്റെ ഒക്കെ കോലം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മൾ ദോശ എന്തായി നോക്കാം. ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് കിടക്കണം. പെട്ടെന്ന് കിടക്കാൻ ഒരു 5 മിനിറ്റെങ്കിലും നടക്കണം നോക്കണ്ട്, നടക്കും അറിയില്ല. ഇതിൻ്റെ ദോശ ഇങ്ങനെ ആവി പറഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നെക്സ്റ്റ് ദോശ ഉണ്ടാക്കിയെടുക്കാം. പാനിലൊരു കുഞ്ഞ് പീസ് പാനിൽ നിന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ തന്നെ അത് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇത് ഇങ്ങനെ പോന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ദോശ വരാം. ഓക്കെ, ഞാൻ ഈ ഫുൾ ബാറ്റർ ഒഴിച്ചിട്ട് ആ ദോശ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ സ്പ്രെഡ് ആക്കുന്ന ടൈമിൽ കുറച്ച് ക്ഷമയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ പോലെ ഇതാ ഇങ്ങനെ കായ്പോവും. ഞാൻ ഗോതമ്പ് ദോശനെ അപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട്, കാരണം മഷ്റൂംസിൽ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. അതാ ഞാൻ അതിലോട്ട് നമ്മുടെ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്രോസൺ സ്വീറ്റ് കോൺസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ സ്വീറ്റ് കോൺ ജസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഒരു 2 ഇളക്കിയിട്ട്, സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഒരുപാടുള്ളത്, കാരണം മഷ്റൂംസ് കുറവാണ്. പിന്നെ ഉള്ളി തക്കാളി ആ ഒരു ടേസ്റ്റിനല്ല എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ കുഴപ്പമില്ല, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മഷ്റൂംസ് കിട്ടുമ്പോൾ മഷ്റൂം കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് സ്വീറ്റ് കോണിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി. ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. സംഭവം റെഡിയായി. രണ്ടാമത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാനാണ് ഉള്ളത്. സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ചൂടുണ്ട് കേട്ടോ. പാനും നല്ല ചൂടുണ്ട്, എനിക്ക് ചെറുതായിട്ട് പണി കിട്ടി. അപ്പോൾ റാപ്പ് ചെയ്യണത് ഇത് അത്ര പോസിബിൾ അല്ല, കാരണം അത്യാവശ്യം നല്ല ഫില്ലിങ് ഉണ്ടായതുകൊണ്ട് തന്നെ. അടിയിലെ ദോശ ഞാൻ മുകളിലേക്ക് എടുക്കാൻ പോവാണ്. അയ്യോ, പൊട്ടത്തരം കാണിച്ചോ എന്നൊരു ഡൗട്ട്. നോക്കട്ടെ മനസ്സിൽ. ഓക്കെ, കുഴപ്പമില്ലാതെ കിട്ടി. ഞാനിത് ഫില്ലിങ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ ഉണ്ടാക്കിയ ഫസ്റ്റ് ദോശ അല്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ദോശ ഇതും കൂട്ടി കഴിക്കുക, അത്ര തന്നെ. ഞാൻ ഷേപ്പും ഡിസൈനൊന്നും ഇപ്പോൾ നോക്കി നിൽക്കണില്ല കേട്ടോ. 2ഉം കൂട്ടി കഴിക്കാം. ഒരു പരീക്ഷണം ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ട് എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ആവി പറക്കുന്നുണ്ട്. പൊള്ളുമോ? മഷ്റൂംസും കോണും ക്യാപ്സിക്കും ഒക്കെ കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചും കൂടി മഷ്റൂംസ് കൊണ്ടിരുന്നു, അങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റിൽ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവും ഉണ്ട്. പിന്നെ ആ സ്വീറ്റ്നെസ്സും കൂടി ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ മൺഡേ നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങൾ വെയിറ്റ് നോക്കിയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലഞ്ച് എന്താ കഴിച്ചത്, നിങ്ങൾക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാം. ഒലിവ് ഓയിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി, കുഴപ്പമില്ല. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക. ഇനി ഈവനിങ് കാണാം കേട്ടോ. ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നടന്നിട്ട് കിടക്കണം. ഹലോ, ഇപ്പം എന്നെ കണ്ട പണ്ട് നമ്മൾ സ്കൂളിൽ കുഞ്ഞുട്ടികളൊക്കെ പഠിക്കുമ്പോൾ തട്ടി കൊണ്ടുപോകും താത്താരി എന്നൊക്കെ വരുന്ന താത്താരെ പോലെ ഉണ്ട്. ഞാൻ നല്ല പോലെ ഉറങ്ങി, ഒരു 3 മണിക്കൂറോളം ഉറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇവിടെ ചുറ്റി വെച്ചൊക്കെയാണ്, ഷോൾ ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇതാ ഈവനിങ് ഇന്ന് കഴിക്കാൻ പോണത് 2 ഡേറ്റ്സാണ്. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ ഭയങ്കര ഷുഗർ ക്രേവിങ്സ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ എണീക്കാൻ പോലും വയ്ക്കാത്തത്ര ചില ടൈമിൽ ഷുഗർ ഡൗൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്ന് കഴിക്കാൻ പോകുന്നത് ഇത് 2 ഡേറ്റ്സാണ്. ഓവർ ഷുഗർ ക്രേവിങ്സ് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം വന്നുകൊണ്ടാണ്. അത് കഴിച്ചാൽ ഒക്കെ ആവും. അപ്പോൾ ഇനി നൈറ്റ് നമുക്ക് ഇന്നൊരു സ്മൂത്തി റെഡിയാക്കാം. പിന്നെ ഫീഡിങ് മദേഴ്സിന് ഈ ഡയറ്റ് എടുക്കാവോ എന്നൊരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു ഫീഡിങ് മദറാണ്, എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എന്താ, പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് മാത്രമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് എടുക്കണ്ട, സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡയറ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റൊക്കെയുള്ള സ്മൂത്തി റെഡിയാക്കുകയാണ്.
നൈറ്റിക്കുള്ള ഫ്രൂട്ടി അല്ല സ്മൂത്തി റെഡിയാക്കാണ്. എന്താ ഓട്സ്, പിന്നെ അതുപോലെ റോബസ്റ്റ, പിന്നെ അതുപോലെ ആപ്പിള്, ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കണം. പിന്നെ നിങ്ങളത് ഗ്രീക്ക് യോഗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. ഞാൻ ആദ്യം വാങ്ങിക്കേണ്ട ലിസ്റ്റിൽ ഗ്രീക്ക് യോഗട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് ഗ്രീക്ക് യോഗട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് സ്മൂത്തി റെഡിയാക്കണത്. സിമ്പിളാണ്. പിന്നെ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇന്ന് രാവിലെയൊക്കെ നട്ട്സ് കഴിച്ചുകൊണ്ട് ഇപ്പോൾ ഇടണില്ല. ഓക്കെ പറഞ്ഞേ. അപ്പോൾ ഇനി ഒരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുക്കുക. അപ്പോൾ ഇതാ ഞാനൊരു മിക്സിൻ്റെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റോൾഡ് ഓട്സ് ആണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതാ വളരെ കുറച്ച് മതി. അതിൻ്റെ ശേഷം ഇതാ 2 പീസ് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് ആപ്പിളാണ്, തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് പീസ് ആക്കിയിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ഇനി അതിൻ്റെ ശേഷം ഒരു റോബസ്റ്റ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ഇതാ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും ഫുഡൊക്കെ കഴിച്ചാൽ തടി കുറയോ ഇല്ല ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെല്ലെ മെല്ലെ കുറയുക, ഹെൽത്തി വേയിലാണ് കുറയുക കേട്ടോ. പിന്നെ അതിന് മാത്രമൊന്നും നമ്മൾ കഴിക്കണില്ലല്ലോ. പിന്നെ ഇതാ ഇത് ഗ്രീക്ക് യോഗട്ടാണ്, നോ ആഡഡ് ഷുഗറാണ്. അപ്പോൾ ഇത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി 1 സ്പൂണ് ഹണി ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷനിലാണ്, തികച്ചും ഓപ്ഷനിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എനിക്ക് ഉറങ്ങി എണീറ്റപ്പോൾ ഭയങ്കര ഷുഗർ ക്രേവിങ്സ്. അപ്പം അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1 സ്പൂൺ ഹണി മാത്രമേ ഉള്ളൂ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് ആഡ് ചെയ്യണം, ഒരു നിർബന്ധമില്ല കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടി, വളരെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ വേണ്ടത്. വളരെ കുറച്ച് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. അത് ഇതിൻ്റെ ഒരു കട്ടിപ്പില്ലാതിരിക്കാനാണ്. എല്ലാ ഐറ്റംസും കൂടി ആകുമ്പോൾ ഭയങ്കര കട്ടിയാവാതെ പോയിരിക്കാനാണ് കേട്ടോ. ഇനി അപ്പോൾ സ്മൂത്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇതാ ടോപ്പിങ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ പംകിൻ സീഡ്സ് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഇഷ്ടമുള്ള സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇനി ചിയ സീഡ് ഒന്ന് സോക്ക് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. എനിക്ക് കുറേ നേരം വിശക്കാതൊക്കെ ഇരിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ലൊരു ഹെൽത്തി ഡിന്നറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഹണീൻ്റെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ രണ്ടും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. കാരണം റോബസ്റ്റിനും പിന്നെ അതുപോലെ തന്നെ ആപ്പിളിനൊക്കെ പിന്നെ പാലിൻ്റെ ഒക്കെ ഒരു മധുരം ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ബദാം പിന്നെ കാഷ്യൂ നട്ട്സ് ഒക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കടിക്കാൻ കിട്ടും. അത് ഇത് ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഈ പംകിൻ സീഡും സൺഫ്ലവർ സീഡും ഇട്ടതിൻ്റെ പോലെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഡേ 4 ഓഫ് അവർ 30 days ഓഫ് വെയിറ്റ് ലോസ് ജേർണിയാണ്. അപ്പോൾ വെയിറ്റ് ഇതുവരെ നോക്കിയിട്ടില്ല. ഇനി സൺഡേ ആണ് എനിക്ക് വെയിറ്റ് നോക്കേണ്ടത്, മൺഡേ ആണ് നിങ്ങൾക്കുമായിട്ട് വെയിറ്റ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യണം, വെയിറ്റ് ലോസിന് ആഗ്രഹിക്കണം നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങൾ ലൈക്കൊക്കെ കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ പുതിയ ഐഡിയാസോ കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുക്കറാട്ടോ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ പോയിട്ട് ഡിന്നർ കഴിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ ഡിന്നർ നല്ലപോലെ കഴിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും.